അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹാബത്തിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ദമീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ സംസാരിച്ചു വരുന്നത്. അതിൽ നമ്മൾ വദുത്തിസാലി മിൻഹു മാ ലാ യുബ്തദ വലാ യലി ഇല്ല ഇഖ്തിയാറൻ അബദ കൽയാഇ വൽ കാഫി മിൻ ഇബ്നി അക്രമക് വൽഹാ മിൻ സലീഹി മാ മലക് എന്നീ നദ്മുകളിൽ ബൈത്തുകളിൽ ഇബ്നു മാലിക് മുത്തസിലായ ദമീറിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങൾ എന്താണ് മുത്തസിലായ ദമീർ, അതുകൊണ്ട് തുടക്കം കുറിക്കപ്പെടുകയില്ല, അത് ഇല്ലയെ തുടർന്ന് കവിതയിൽ അല്ലാതെ ഗദ്യത്തിൽ വരികയില്ല. പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ ഇബ്നി അക്രമക്, അതേപോലെ സലീഹി എന്നുള്ള ഉദാഹരണങ്ങളിൽ യാ കാഫ്, അതേപോലെ ഹാ യാ ഉൽ മുഖാത്തബത്ത്, ഈ ഉദാഹരണങ്ങളൊക്കെ മുത്തസിലായ ദമീറിന് പദ്യകർത്താവ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നതിനെയാണ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞത്. നമ്മുടെ വിഷയം അദ്ദമാഇറുൽ മുത്തസില, മുത്തസിലത്തായ ദമീറുകളാണ്. അതിൻ്റെ തുടർച്ചയിൽ ഗ്രന്ഥകാരൻ പറയുന്ന വരികളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വകുല്ലു മുദ്മരിൻ ലഹുൽ ബിനാ യജിബ് വലഫ്ദു മാ ജുറാ കലഫ്ദി മാ നുസിബ് ലിർറഫ്ഇ വന്നസ്ബി വജർരിൻ നാസലഹ് കാരിഫ് ബിനാ ഫഇന്നനാ നിൽനൽ മിനഹ്. വകുല്ലു മുദ്മരിൻ, എല്ലാ ദമീറുകളും, അൽ മുദ്മറാത്ത് കുല്ലുഹ, ദമീറുകളെല്ലാം, അത് മുത്തസിലത്തായ ദമായിറുകളാകട്ടെ മുൻഫസിലത്തായ ദമായിറുകളാകട്ടെ. നമ്മൾ ദമായിറുകൾ ഇവിടെ എഴുതിയല്ലോ, മുത്തസിലത്തായത് എഴുതി, മുൻഫസിലത്തായത് എഴുതി, അതിൽ മർഫൂഅത്തിൻ്റേത് എഴുതി, മൻസൂബത്തിൻ്റേത് എഴുതി, മജ്റൂറത്തായത് എഴുതി. എല്ലാ ദമീറുകളും ലഹുൽ ബിന, അതിന് അൽ ബിന മബിനിയാകൽ, യജിബ് എന്ന് പറഞ്ഞാൽ എൽസം, ലാസിമാകുന്നു, അനിവാര്യമാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദമീറുകളും മബിനിയാകുന്നു. ഇതാണ് പറഞ്ഞത്. വകുല്ലു മുദ്മരിൻ യജിബു ലഹുൽ ബിന, അല്ലെങ്കിൽ യജിബുൽ ബിന ലഹു, എല്ലാ ദമീറുകളും യജിബു അനിവാര്യമാകുന്നു. എന്ത്? അൽ ബിന, ബിനാ മബിനിയാകൽ, ലഹു അതിന് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുദ്മറാത്ത് കുല്ലുഹ മബിനിയ, ദമീറുകളെല്ലാം മബിനിയത്താകുന്നു. അദ്ദമായിർ, ദമീറുകൾ മബിനിയത്തുൻ, മബിനിയാകുന്നു എന്ന് പറഞ്ഞാൽ അത് മുഅറബല്ല എന്നുള്ളതാണ്. നമ്മൾ അൽ മബിനിയു വൽ മുഅറബ് എന്നൊരധ്യായം മനസ്സിലാക്കി. അവിടെ നമ്മൾ പറഞ്ഞു അൽ ഇസ്മു മിൻഹു മുഅറബു വ മബനി ലിശബഹി മിനൽ ഹുറൂഫി മുദ്നി, ഹർഫുകളോട് അടുത്ത് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇസ്മുകൾ മബിനിയാവുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ ബിനാഇൻ്റെ മബിനിൻ്റെ ഇനങ്ങൾ പറയവേ കശബഹിൽ വദ്ഇ ഫി ഇസ്മൈ ജിതന വൽ മഅനവി ഫി മതാ വ ഫി ഹുന വകനിയാബത്തിൻ അനിൽ ഫിഅലി ബിലാ തഅസ്സുരിൻ വകഫ്തിഖാരിൻ ഉസ്സില എന്ന് പറഞ്ഞു. അവിടെ ഇസ്മുകൾ എന്തുകൊണ്ടാണ് മബിനിയാകുന്നത്? ചില ഇസ്മുകൾ അത് ഹർഫിനോട് അടുത്ത് സാദൃശ്യമുള്ളത് കൊണ്ടാണ്. അത് വദ്ഇയായ നിലക്കുണ്ട്. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞ കസ്മൈ ജിതന, ജിതന എന്നുള്ളതിൽ രണ്ട് ഇസ്മു പോലെ എന്നാണ്. അവിടെ ജിതന എന്നതിൽ രണ്ട് ഇസ്മുകൾ, ഒന്ന് തായാണ്, പിന്നെ നായാണ്. തായ എന്നുള്ളത് ഇവിടെ നീ എന്ന ദമീറാണ്, മുത്തസിലായ ദമീറാണ്. ന എന്നുള്ളത് ഇവിടെ
നമ്മളുടെ അടുക്കലേക്ക് വന്നു എന്നുള്ള പിന്നെ ദമീറാണ്, നസ്ബിൻ്റെ ദമീറാണ്. ഒരക്ഷരം രണ്ടക്ഷരം ഹർഫുകളോട് വദഈയായ സാദൃശ്യമാണ് ഇവക്ക്. ദമീറുകളൊക്കെയും ഈ നിലക്ക് ഹർഫുകളോട് സാദൃശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരഹർഫ് രണ്ടഹർഫ്. അതേപോലെ തന്നെ മാനവിയായിട്ടും ഈ ദമീറുകൾക്ക് ഹർഫുകളോട് സാദൃശ്യമുണ്ട്. അതേപോലെ ഇതിൻ്റെ അർത്ഥം നോക്കിയിട്ടുണ്ടെങ്കിൽ ദമീറുകളുടെ അർത്ഥം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞേ കഫ്തിഖാരിൻ ഉസ്സില ഇസ്മു മൗസൂലകൾ അതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? ഒരു സിലത്ത്, അതിനെ വിശദീകരിക്കുന്ന ഒരു സിലത്ത് വരണം. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുള്ളൂ. അല്ലതി യാതൊരുവൻ, ഈ യാതൊരുവൻ എന്നുള്ളതിൻ്റെ അർത്ഥം പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ അല്ലതി ജാ അംസ്, ഇന്നലെ വന്നവനായ ഒരുവൻ. ഇങ്ങനെ അതിന് അർത്ഥം അല്ലതി എന്നതിന് യാതൊരുവൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ആശയം പൂർണ്ണമാണെങ്കിൽ അതിനെ വിശദീകരിക്കുന്ന വർണ്ണിക്കുന്ന ഒരു സിലത്ത് തുടർന്ന് വരണം. അല്ലദീ ജാ അംസ്, ഇന്നലെ വന്നവൻ. അല്ലദീ ജാ വന്നവൻ. ഇങ്ങനെ ഇതേപോലെയാണ് ദമീറുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ത എന്ന് പറഞ്ഞാൽ നീ, ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അല്ലെങ്കിൽ ത, തു, ഹു. തു എന്ന് പറഞ്ഞാൽ ഞാൻ, ഹു അവനെ. എന്താ ഇതിൻ്റെ ആശയം പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വറബ്, വറബ്തുഹു, വറബ്തു ഞാൻ അടിച്ചുഹു അവനെ. വേണ്ട. അപ്പോൾ ഈ അല്ലദി പോലുള്ളത് മൗസൂല, ഇസ്മു മൗസൂല പോലെ ഈ ദമീറുകൾ അതിൻ്റെ ആശയ പൂർത്തീകരണത്തിന് മറ്റൊന്നിനെ തേടുന്നു. അതാണ് നമ്മൾ കഫ്തിഖാരിൻ ഉസ്സില എന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ നിലക്കൊക്കെ ഹർഫുകളോട് ഈ ദമീറുകൾക്ക് സാദൃശ്യമാണ്. ഹർഫുകളുടെ അവസ്ഥ അങ്ങനെയല്ലേ? ഇപ്പം അല എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയുടെ മേൽ എന്നാണ് അർത്ഥം. പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? ഇപ്പം അലത്താവിലെത്തി, മേശപ്പുറത്ത്. അപ്പോൾ ആ നിലക്കാണ് ഈ ഹർഫുകളോട് പിന്നെ ഇതിന് സാദൃശ്യം വരുന്നത്. ഇസ്മു മൗസൂലക്കൊക്കെ ഹർഫുകളോട് സാദൃശ്യമുള്ളതുപോലെ പറഞ്ഞു വരുന്നത് ദമീറുകൾ എല്ലാം മബ്നിയാണ്. ദമീറുകളാകുന്ന ഇസ്മുകൾ എന്തുകൊണ്ട് മബ്നി? അവക്ക് ഹറഫുകളോട് അടുത്ത് സാദൃശ്യമുള്ളത് കൊണ്ട്. അത് പല നിലക്ക്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ജുമൂദിൽ ഹർഫുകളോട് സാദൃശ്യമാണ്. ജുമൂദ് എന്ന് പറഞ്ഞെങ്കിൽ ദമീറുകൾ ഇതിനെന്തില്ല, പിന്നെ ആ പദത്തിൽ നിന്ന് ദിവചനല്ല, ജംഇല്ല. ഇപ്പോൾ വലതുൻ എന്നുള്ളത്, വലതുൻ ഇതൊരു ഇസ്മാണ്. ദമീർ പോലെ തന്നെ ഇസ്മാണ്, ദമീർ ഇസ്മാണ്. ഈ വലതുൻ എന്നുള്ളതിൽ നമുക്ക് ഉലൈദുൻ ഉണ്ടാ, അതിൻ്റെ തസീറാണ് ഉലൈദ്. വലത് പറഞ്ഞാൽ കുട്ടി, ഉലൈദ് പറഞ്ഞാൽ കൊച്ചുകുട്ടി. ഉണ്ടാ, ഉലൈദ്. അതേപോലെ വലദാനി, ഔലാദ്. അപ്പോൾ വലതിന് തസീർ വന്നു, മുസന്ന വന്നു, ഔലാദ് ജമ വന്നു. അതുകൊണ്ട് ഈ വലതിനെ കുറിച്ച് ജാമിദ് എന്ന് പറയില്ല. അതിൽ നിന്നുണ്ട്, അതിൽ നിന്ന് മുഷ്തഖ് വന്നു, വിൽപ്പന്നങ്ങളായിട്ട് മറ്റു പദങ്ങൾ വന്നു. അത് തസീറായി വന്നു, മുസന്നയായി വന്നു, ജംആയി ബഹുവചനായി വന്നു. എന്നാൽ ഈ പ്രത്യേകത ഒന്നും ആയിരിക്കില്ല ഈ ദമീറുകളാകുന്ന ഇസ്മുകൾക്കില്ല. ത, ന, തു, ഹു പോലുള്ളതായ ദമീറുകൾക്കില്ല. അപ്പോൾ ഹർഫുകളോട് സാദൃശ്യം പല നിലക്ക് ആർക്കുണ്ട്? ദമീറുകൾക്കുണ്ട്. ഗ്രന്ഥകാരൻ പറയാണ് വക്കുല്ലു മുതുമരിൻ, എല്ലാ ദമീറുകളും മുത്തസിലത്തായ ദമീറുകളാകട്ടെ മുൻഫസിലത്തുകളായ ദമീറുകളാകട്ടെ ലഹു അൽ ബിന യജിബു, ബിന അതിന് അനിവാര്യമാകുന്നു ഈ ഒരു സാദൃശ്യം ഉള്ളത് കാരണത്തിൽ. എന്ന് പറഞ്ഞാൽ എല്ലാ ദമീറുകളും മബ്നിയാകുന്നു, ഒരിക്കലും എന്തല്ല മോറബല്ല എന്നുള്ളതാണ്. മോറബ് അല്ല എന്നുള്ളതാണ്. ഇതാണ് ഇവിടെ ഇതിൽ ആദ്യത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം. ഇനി നമുക്ക് വലഫ്ദു മാ ജുറ കലഫ്ദി
മാനുസിബ്. ഈ എല്ലാ ദമീറുകളും മബ്നിയാകൽ അനിവാര്യമാണെന്ന് പറഞ്ഞു. ദമീറുകൾ അതിൽ മുൻഫസിലത്തുണ്ട്, മുത്തസിലത്തുണ്ട്. ദമായിറുകൾ മുതുമറാത്ത് മുൻഫസിലത്തുണ്ട്, മുത്തസിലത്തുണ്ട്. നമ്മൾ പറഞ്ഞു മുത്തസിലത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, തുടക്കത്തിൽ വരാതെ അവസാനത്തിൽ ദറബ്തു, ദറബഹു, ബിഹി, ലഹു ഇങ്ങനെ മുത്തസിലായി വരുന്ന ദമീറുകളുണ്ട്. മുൻഫസിലത്തായി വരുന്ന ദമീറുകൾ ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, ഇയാഹു, ഇയാഹുമ, ഇയാഹു ഇങ്ങനെ ഒക്കെ വരുന്ന, അല്ലെങ്കിൽ അൻത, അൻതുമ, അൻതും ഇങ്ങനെ വരുന്ന മുൻഫസിലായ ദമീറുണ്ട്. ഇയാക്ക, ഇയാക്കുമ, ഇയാക്കും മുൻഫസിലത്തായിട്ടുള്ള ദമീറുകളുണ്ട്. നമ്മൾ അത് മനസ്സിലല്ലേ? എല്ലാ ദമീറുകളും മബ്നിയാകൽ അനിവാര്യമാണ്. മുത്തസിലായ ദമീറുകളുണ്ടല്ലോ, അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ വേറെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ പദങ്ങൾ, ലഫ്ദുകൾ ഒന്ന് വേറെയാണ്. മുൻഫസിലത്തായ ദമീറുകളുടെ പദങ്ങളും വേറെയാണ്. അവതാരണമാണ് ഞാൻ കേൾപ്പിച്ചത്. നമ്മളിവിടെ അത് വിശദമായിട്ട് എഴുതി. 70 ദമീറുകൾ എഴുതിയപ്പോൾ അതിൻ്റെ ഗണങ്ങളെ നമ്മൾ തിരിച്ചു. എന്നിട്ട് മുത്തസിലായതും മുൻഫസിലത്തായതും നമ്മൾ മനസ്സിലാക്കി. അതിൽ എല്ലാ ദമീറുകളും നമ്മൾ എന്ത് ചെയ്യും? വേറെ വേറെയാണ് അല്ലേ? അത് നമ്മളിവിടെ എഴുതി. അതിൽ ജറിൻ്റെ ദമീറുകൾ വേറെയാണ്, നസ്ബിൻ്റെ ദമീറുകൾ വേറെയാണ്, റഫ്ഇൻ്റെ ദമീറുകൾ വേറെയാണ്. ജറിൻ്റെ ദമീറുകൾ നമ്മൾ എഴുതിയപ്പോൾ ബിഹി, ബിഹിമ, ബിഹിം, ബിഹ, ബിഹിമ, ബിഹിന്ന, ബിക, ബികുമ, ബികും, ബിക്കി, ബികുമ, ബികുൻ, ബിയ, ബിന ഇങ്ങനെ എഴുതി. നസ്ബിൻ്റെ ദമീറുകൾ എഴുതിയപ്പോൾ ദറബ്, ദറബഹു, ദറബഹുമ, ദറബഹും ഇങ്ങനെ എഴുതി. അതിൻ്റെ എല്ലാ മുത്തക്കല്ലിമിൻ്റെയും മുഖാത്തബിൻ്റെയും ഗായിബിൻ്റെയൊക്കെ സീഗകൾ എഴുതി, ലഫ്ദുകൾ എഴുതി. ഇതേപോലെ മുത്തസിലിൻ്റെയും നമ്മൾ എഴുതി. ഗ്രന്ഥകാരൻ ഇവിടെ എല്ലാ ദമീറുകളും വേറെ വേറെ പദങ്ങളാണ് എന്ന ഒരു അടിസ്ഥാനം ഇവിടെ ഉദ്ദേശിച്ച്, ഒക്കെ മബ്നിയാണ് എല്ലാ ദമീറുകളും. കാരണം എല്ലാ ദമീറുകളും അതിൻ്റേതായ പദങ്ങളാണ്. മുൻഫസിലത്താകട്ടെ മുത്തസിലത്താകട്ടെ എന്നുള്ളൊരാശയം ഇവിടെ തന്നതിന് ശേഷം ചില ഹാലാത്ത് ഇസ്തിസ്നാഇയ എന്ന് പറയും. ചില ദമീറുകൾ പങ്കാളികളാണ്. എവിടെ? അതിൻ്റെ ഇഅ്റാബിൻ്റെ സന്ദർഭങ്ങളിൽ. അതാണ് ഇന്ന് ഗ്രന്ഥകാരൻ പറയുന്നത്. ദമീറുകളൊക്കെ വേറെ വേറെ ലഫ്ദുകളാണ്, പദങ്ങളാണ്. പക്ഷെ ചില ദമീറുകൾ പങ്കാളികളാകും. അതെവിടെ? അതാണ് വലഫ്ദു മാ ജുറ കലഫ്ദി മാ നുസിബ് ലിർറഫ്ഇ വന്നസ്ബി വജർറിൻ നാസലഹ് കഅരിഫ് ബിനാ ഫഇന്നനാ നിൽനൽ മിനഹ്. ഈ വരികളിൽ പ്രതിപാദ്യമാകുന്നിടത്ത് മനസ്സിലായി. നമുക്കത് എന്ത് ചെയ്യാം? ഇനി ചില ഉദാഹരണങ്ങൾ എഴുതിയതിന് ശേഷം നമുക്കത് മനസ്സിലാക്കാം. മുത്തസിലായ ദമീർ ജറിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ പങ്കാളിയാകുന്നവയുണ്ട്. ഏതൊക്കെയാണത്? മുത്തസിലായ ദമീറുകളിൽ ഹു, മുത്തസിലായ ദമീറുകളിൽ യാ ഉൽ മുതകല്ലിം, കാഫ് അൽ ഖിതാബ്, ഹ ഉൽ ഗായിബ്, ഇവ മൂന്നും ചിലപ്പോൾ റഫിൻ്റെ മഹല്ലിൽ വരും, റഫിൻ്റെ സ്ഥാനത്ത് വരും. ചിലപ്പോൾ നസ്ബിൻ്റെ സ്ഥാനത്ത് വരും. ഉദാഹരണത്തിന് ഈ യാ ഉൽ മുതകല്ലിം, ഇവ മൂന്നും എന്താണ്? മുത്തസിലത്തായ ദമീറുകളാണ്. ഈ
മുത്തസിലത്തായ ദമീർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവ മൂന്നും ജറിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ മഹല്ലിൽ പങ്കാളികളാകും. അതായത് ഓരോ നമീറുകളും വേറെ വേറെ ലഫ്ദുകളാണ്. എന്നാൽ ചില ദമീറിൻ്റെ ലഫ്ദുകൾ അവയ്ക്ക് ഇഷ്തിറാക്കുണ്ട്, പങ്കാളിത്തമുണ്ട്. എവിടെ? ഫി മഹല്ലിൻ നസ്ബ് ഫി മഹല്ലിൽ ജർ, ജറിൻ്റെ മഹല്ലിനും നസ്ബിൻ്റെ മഹല്ലിനും. ഒരായത്തിൽ റബ്ബി അക്രമ നീ ഇവിടെയാണ്ട് യാ ഉൽ മുത്തക്കല്ലിമിൻ്റേത് എഴുതിയത്. ഇനി ഇജ്തബാക റബ്ബുക അല്ലെങ്കിൽ ഇജ്തബാഹു റബ്ബുഹു, അങ്ങനെ അവിടെ ഇതാ. മുത്തസിലത്തായ ദമീറുകളാണ് യാ ഉൽ മുത്തക്കല്ലിമും അതേപോലെ കാഫുൽ ഖിതാബും ഹാ ഉൽ ഗായിബും. യാ ഉൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ എൻ്റെ, എനിക്ക് എന്നർത്ഥം ദ്യോതിപ്പിക്കുന്നത്. കാഫുൽ ഖിതാബ് നിൻ്റെ, നിനക്ക് എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന. ഹാ ഉൽ ഖിതാബ് അവൻ്റെ, അവന് എന്നർത്ഥം ദ്യോതിപ്പിക്കുന്നത്. ഇവിടെ നോക്കി, റബ്ബി അക്രമൻ, റബ്ബി എൻ്റെ റബ്ബ്. ഇവിടെ യാ ഉൽ മുത്തക്കല്ലിമുണ്ട്, യാ ഉൽ മുത്തക്കല്ലിം. അതിൻ്റെ ഇറാബ് എന്താ? റബ്ബി എന്ന് പറയുമ്പോൾ റബ്ബ് മുദാഫാണ്, യാ മുദാഫുൻ ഇലൈഹിയാണ്, മജ്റൂറുൻ. പക്ഷേ ഇവിടെ ജറിൻ്റെ മഹല്ലിലാണ്, കാരണം മുദാഫുൻ ഇലൈഹിയാണ്. എന്നാൽ അക്രമനി എന്നെടുത്ത് അക്രമനി ഉണ്ടാ, എൻ്റെ റബ്ബ് അക്രമനി എന്നെ ആദരിച്ചു എന്നാണ്. അവിടെ അക്രമ എന്നുള്ളത് ഫിഉലും ഫഅലുമാണ്, അവൻ ആദരിച്ചു എന്നാണ്. ഇവിടെ നോക്കി, യാ അക്രമനി എന്നുള്ളത് നൂനുൽ വിഖായയാണ്. ഈ യാ എന്നുള്ളത് യാ ഉൽ മുത്തക്കല്ലിമാണ്, എന്നെ ആദരിച്ചു എന്നാണ്. അത് മഫ്ഊലാണ്, അത് ഫീ മഹല്ലി നസ്ബിൻ. അപ്പോൾ ഇവിടെ യാ ഉൽ മുത്തക്കല്ലിം ജറിൻ്റെ മഹല്ലിലും നസ്ബിൻ്റെ മഹല്ലിലും വന്നു. ഒരേ ലഫ്ദാണ് യാ ഉൽ മുത്തക്കല്ലിം, ജറിൻ്റെ മഹല്ലിലും വന്നു, നസ്ബിൻ്റെ മഹല്ലിലും വന്നു. ഇതേപോലെ ഇജ്തബാക റബ്ബുക്, ഇജ്തബാ തിരഞ്ഞെടുത്തു. ആര് തിരഞ്ഞെടുത്തു? റബ്ബുക, താങ്കളുടെ റബ്ബ്. ആര് തിരഞ്ഞെടുത്തു? താങ്കളെ. ക ഇവിടെ താങ്കളെ കാഫുൽ ഖിതാബാണ്. റബ്ബുക താങ്കളുടെ റബ്ബ്. അപ്പോൾ കാഫ് ഉണ്ട്, ഇജ്തബാക മഫ്ഊലും ബിയാണ്, ക ഫി മഹല്ലി നസ്ബാണ്. തിരഞ്ഞെടുത്തത് ആരാണ്? റബ്ബു ഫായിലാണ്, അത് മുദാഫാണ്. റബ്ബുക ക മുദാഫുൻ ഇലൈഹിയാണ്. ഈ മുദാഫുൻ ഇലൈഹി ഫി മഹല്ലി ജറിൻ്റെ മഹല്ലിലാണ്. അപ്പോൾ ജറിൻ്റെ മഹല്ലിൽ ക വന്നു, നസ്ബിൻ്റെ മഹല്ലിൽ ക വന്നു. അപ്പോൾ ഈ ക എന്നുള്ളത് ജറിനും നസ്ബിനും ഒരു പദം, ഒരു ലഫ്ദ് പങ്കാളിയായി. വേറെ ലഫ്ദല്ല, പിന്നെ ഒരു ലഫ്ദ് പങ്കാളിയായി. ഇതേപോലെയാണ് ഹാ ഉൽ ഖിതാബും. ഇജ്തബാഹു റബ്ബുഹു, ഇജ്തബാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു, റബ്ബുഹു അദ്ദേഹത്തിൻ്റെ റബ്ബ്. ഇവിടെയും ഇതേപോലെ ഹു എന്നുള്ളത് മഫ്ഊലും ബിഹി ഫി മഹല്ലി നസ്ബിൻ. റബ്ബുഹു അത് മുദാഫുൻ ഇലൈഹിയാണ്. ഹു എന്നുള്ളത് മുദാഫുൻ ഇലൈഹി ഫി മഹല്ലി ജറിൻ. കണ്ടാ? അപ്പോൾ ജറിൻ്റെ മഹല്ലിനും നസ്ബിൻ്റെ മഹല്ലിനും പങ്കാളിയായി ആര്? ഹു എന്നുള്ള ഹാ ഉൽ ഖിതാബ്, അവനെ, അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ റബ്ബ്. കണ്ടോ? ഇനി നമുക്ക് ബൈത്തിലേക്ക് വരാം. വലഫ്ദു മാ ജുറ കലഫ്ദി മാ നുസിബ്. വലഫ്ദു മാ ജുറ ജറ് ചെയ്യപ്പെട്ടതിൻ്റെ ലഫ്ദ്, കലഫ്ദി മാ നുസിബ് നസ്ബ് ചെയ്യപ്പെട്ട യാതൊന്നിൻ്റെ ലഫ്ദിന് സമാനമാകുന്നു. ഒന്നുകൂടി, വലഫ്ദു മാ ജുറ, മാ എന്ന് പറഞ്ഞാൽ ഇവിടെ മൗസൂലയാണ്, അല്ലദി എന്ന അർത്ഥത്തിൽ. വലഫ്ദുല്ലദീ ജുറ ജറ് ചെയ്യപ്പെട്ട യാതൊന്നിൻ്റെ ലഫ്ദ്. കണ്ടാ? ഉദ്ദേശം
യാ ഉൽ മുത്തകല്ലിമത്താണ്, കാഫുൽ ഖിതാബാണ്, അല്ലെങ്കിൽ ഹാ ഉൽ ഗായിബാണ്. വലഫ്ദു മാ ജുറ, ജറ് ചെയ്യപ്പെട്ട യാതൊന്നിൻ്റെ ലഫ്ദ് യാ ക ഹ എന്നീ 3 ദമീറുകളെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മുത്തസിലത്തായ ദമീറുകളെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ജറ് ചെയ്യപ്പെട്ട യാതൊന്നിൻ്റെ ലഫ്ദ് കലഫ്ദി എന്ന് പറഞ്ഞാൽ മിസ്ലു ലഫ്ദി അല്ലദീ നുസിബ്, നസ്ബ് ചെയ്യപ്പെട്ട യാതൊന്നിൻ്റെ ലഫ്ദ് പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ ജറിനും നസ്ബിനും ഒരേ ദമീറുകൾ മുത്തസിലായ ദമീറുകളിൽ വരും. അവ 3 യാ ഉൽ മുതകല്ലിമും കാഫുൽ ഖിതാബും ഹാ ഉൽ ഗായിബുമാണ് അവ എന്നാണ് ഇവിടെ ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മനസ്സിലല്ലേ? അത് അദ്ദേഹം പറയാൻ കാരണം ദമീറുകൾ ഓരോന്നിനും വേറെ വേറെ പദങ്ങളാണ്, വേറെ വേറെ പദങ്ങളാണ്. ആ പദങ്ങളാണ് ഇവിടെ എഴുതിയത്. ഈ വേറെ വേറെ ദമീറുകളിൽ ചില ദമീറുകൾ, മുത്തസിലായ ദമീറുകളിൽ ചില ദമീറുകൾ പങ്കാളികളാകുന്ന അവസ്ഥ ഉണ്ട്. എവിടെ പങ്കാളികളാകും? ഇഅ്റാബിൻ്റെ മഹല്ലിൽ പങ്കാളികളാകും. അതിൽ ജറിനും നസ്ബിനും, ജറിൻ്റെ അവസരത്തിലും നസ്ബിൻ്റെ അവസരത്തിലും പങ്കാളികളാകുന്ന 3 ഒരു ഹാല ഇസ്തിസ്നായിയ എന്ന നിലക്ക് ഉണ്ട്. അവയാണ് യാ ഉൽ മുതകല്ലിം, കാഫുൽ ഖിതാബ്, ഹാ ഉൽ ഗായിബ് എന്നാണ് ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലല്ലേ? ഈ ഒരു വരി കൊണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വകുല്ലു മുദ്മരിൻ ലഹുൽ ബിനാ യജിബ്, എല്ലാ ദമീറുകളും ബിനാ അതിന് അനിവാര്യമാകുന്നു, മബിനിയാകൽ അനിവാര്യമാകുന്നു. എല്ലാ ദമീറുകളും മബിനിയാണ്. അത് മുൻഫസിലത്തായ ദമീറുകളാകട്ടെ മുത്തസിലത്തായ ദമീറുകളാകട്ടെ, എല്ലാ ദമീറിൻ്റെ പദങ്ങളും ചിലപ്പോൾ 70 ദമീറുകളെ കുറിച്ച് പറഞ്ഞു. എല്ലാം എന്താകുന്നു? ആ പദങ്ങളെല്ലാം മബിനിയാകുന്നു. ഓരോ ദമീറുകളും വേറെ വേറെ പദങ്ങളാകുന്നു, വേറെ വേറെ പദങ്ങളാകുന്നു. അതും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമാകാം. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു ഹാലാത്ത് ഇസ്തിസ്നായി ഇവിടെ വേറെ പറഞ്ഞതുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചില ദമീറുകൾ അവ ജറിൻ്റെയും നസ്ബിൻ്റെയും മഹല്ലുകളിൽ, സ്ഥാനങ്ങളിൽ പങ്കാളിയാകുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ പങ്കാളിത്തം വഹിക്കുന്ന 3 ദമീറുകളാണ് യാ ഉൽ മുതകല്ലിം, കാഫുൽ ഖിതാബ്, ഹാ ഉൽ ഗായിബ്. ഇവയാകുന്നു ആ 3. അത് ഇവിടെ ഉദാഹരിച്ചില്ല, പക്ഷേ വിശദീകരണത്തിൽ നമുക്കത് വായിക്കുവാൻ സാധിക്കും. അതാണ് നമ്മൾ ഇവിടെ ഉദാഹരിച്ചത്. മനസ്സിലായില്ലേ? ഇപ്പം മാ വദ്ദഅക റബ്ബുക്, മാ വദ്ദഅക റബ്ബുക്, വദ്ദഅക ക എന്നുള്ള അവിടെ മഫൂലും ബിയാണ്. റബ്ബുക മുദാഫുൻ ഇലൈഹിയാണ്, ജറിൻ്റെ മഹലിലാണ്, ഇവിടെ നസ്ബിൻ്റെ മഹലിലാണ്. അതേപോലെ തന്നെ സാഹിബുഹു യുഹാവിറുഹു, സാഹിബുഹു യുഹാവിറുഹു, സാഹിബുഹു ഫി മഹല്ലി ജറാണ്, അവൻ്റെ കൂട്ടുകാരൻ. യുഹാവിറുഹു അവനോട് സംവദിക്കുന്നു. അവിടെ അവനോട് എന്ന് പറയുമ്പോൾ മഫൂലും ബിയാണ്, നസ്ബിൻ്റെ മഹല്ലിലാണ്. മനസ്സിലായി? അതാണ് ഹാ ഉൽ ഗായിബിൻ്റെ മറ്റൊരു ഉദാഹരണം. അപ്പോൾ നമുക്ക് ഈ വിഷയം, ഈ വരികളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിച്ചു. വലഫ്ദു മാ ജുറ, ജറ് ചെയ്യപ്പെട്ട യാതൊന്നിൻ്റെ ലഫ്ദ്, അത് കലഫ്ദി മാ നുസിബ, നസ്ബ് ചെയ്യപ്പെട്ട യാതൊന്നിൻ്റെ ലഫ്ദ് പോലെയാകുന്നു, ലഫ്ദിന് സമാനമാകുന്നു. ഉദ്ദേശം ഈ 3 മുത്തസിലത്തായ ദമീറുകളാണ്. യാ, കാഫ്, ഹ എന്നീ മുത്തസിലത്തായ 3 ദമീറുകളാകുന്നു. ഇവ ജറിൻ്റെ മഹല്ലിലും നസ്ബിൻ്റെ മഹല്ലിലും ഒരേപോലെ വരും എന്നുള്ളതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് റഫ്ഇനും നസ്ബിനും ജറിനും ഈ 3 മഹല്ലുകളിലും പങ്കാളിയാകുന്ന ഒരു ദമീറുണ്ട്, ഒരൊറ്റ ദമീർ. അതിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ പറയുന്നതും മറ്റു ഒരു അനുബന്ധ വിഷയവും നമുക്ക് തുടർന്ന അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.